ഇതാണ് ഞങ്ങൾ പറഞ്ഞ വിനുവേട്ടൻ. ശരി മാഡം. എന്താ മേഡം ഇതൊക്കെ? നിങ്ങൾ നിരപരാധികളൊന്നും അറസ്റ്റ് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്? ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ACPക്ക് അറിയില്ലെന്നോ? അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? ജഗൻ, ഇന്നലെ ഞാൻ CMന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരുന്നു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു എന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വിനു നിരപരാധിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാ അങ്ങനെ അല്ല. രാജീവ് മേനോൻ കൊല്ലപ്പെട്ട കേസിലാണ് അയാളെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജീവ് മേനോൻ വധക്കേസിലോ? ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരമായിട്ടാണ് വിനുവേട്ടൻ കുടുങ്ങിയിരിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്. മാഡം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. രാജീവ് സാറിന്റെ മരണത്തിന് കാരണമായ ആക്സിഡന്റിന് എങ്ങനെ വിനുവേട്ടൻ പ്രതിയാവും? അന്ന് അപകടം നടക്കുമ്പോ വിനുവേട്ടൻ ഞങ്ങളുടെ കൂടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. വീഡിയോ പരിശോധിച്ച മേഡത്തിന് അത് മനസ്സിലാവും. ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആള് എങ്ങനെ കാറടിച്ചു കൊല്ലും? ന്യായമായ ചോദ്യമാണ് വന്ദനയുടേത്. പക്ഷേ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് ഈ വിനു കുറ്റം സമ്മതിച്ചത്? അയാൾ ആ കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന എന്റെ ഒറിജിനൽ വീഡിയോ എന്നാ ഹാജരാക്കണം. മൊത്തം ദുരൂഹതകളാണല്ലോ. ഏതായാലും അന്വേഷണ ചുമതല എനിക്കാണല്ലോ ജഗൻ. ജഗൻ എന്നെ നന്നായിട്ട് അറിയാലോ. ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് കണ്ടെത്തി അകത്താക്കിയിട്ടേ ഈ വൈകം അടങ്ങും. രാജീവ് വധക്കേസിലെ യഥാർത്ഥ പ്രതി മാഡം. ജഗ, എനിക്ക് അർജന്റായിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോണം. ഞാനിത് വിശദമായിട്ട് അന്വേഷിച്ചോളാം. ഓക്കെ? പക്ഷേ ഇപ്പൊ വിനുവിനെ വിട്ടയക്കാൻ സാധിക്കില്ല. അയാളെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. വിനുവേട്ടന്റെ ഈ അറസ്റ്റിന് പിന്നിൽ കളിച്ചത് അച്ഛനായിരിക്കും. ഞാൻ കുടുങ്ങാതിരിക്കാൻ കരുക്കൾ നീക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ നീക്കിവെച്ച കരു വിനുവേട്ടൻ തന്നെ ആയിരിക്കും. മാനത്തെ കൊട്ടാ